വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബ ജോലികളിൽ താൽപര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്നൊഴിവാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാവിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. ഓർമ്മിക്കുക, ദാമ്പത്യ ജീവിതമെന്നത് ഒരോട്ടമാണ്, പരസ്പരം കൈകോർത്തു പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. ഈ ഓട്ടത്തിൽ ഭർത്താവിന് വേഗത കൂടിയാൽ ഭാര്യയുടെ കോർത്തുപിടിച്ച കൈ അയഞ്ഞുപോകും. ഭാര്യയ്ക്കൽപ്പം വേഗത കുറഞ്ഞാലും ഇതുതന്നെ സംഭവിക്കും. തന്നെ മറന്ന് ഭർത്താവിനൊപ്പം എത്തുവാൻ വേഗത കൂട്ടിയതുകൊണ്ട് ഭാര്യയ്ക്കോ, തന്നോടൊപ്പം എത്തിക്കുവാൻ അവൾക്കു വേണ്ടി തന്റെ വേഗത അല്പം കുറയ്ക്കുന്നതുകൊണ്ട് ഭർത്താവിനോ ഒന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് എന്നെ മനസ്സിലാക്കുവാൻ നീ ശ്രമിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയാവും അനുഭവപ്പെടുക. തമ്പുരാൻ ഒരുമിപ്പിച്ച കൈകൾ അഴിയാതിരിക്കുവാൻ പരസ്പരം പ്രയത്നിക്കുക, അതാണ് ഉത്തമം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ദൈവത്തിന്റെ ഈ സവിശേഷതകൾ ദാമ്പത്യ ബന്ധങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ബന്ധങ്ങൾ ദൃഢമാകും. പരസ്പരം ബഹുമാനിക്കുന്നില്ല എന്നത് ദമ്പതികളുടെ മിക്കപ്പോഴുമുള്ള പരാതിയാണ്. ബഹുമാനിക്കുക എന്നാൽ പരസ്പരം അറിയുക എന്നതിലുപരി അപരന്റെ നന്മയിലേക്കും വളർച്ചയിലേക്കും സഭ കണ്ണും നട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ അപരനെ ഉയർത്തുവാനുള്ള ഒരു വിശുദ്ധ മത്സരം സംജാതമാകുന്നു. തനിക്ക് ദൈവം തന്നവർക്ക് വേണ്ടി ഭൂമിയോളം താഴേണ്ടി വന്നാലും അപരനെ ഉയർത്താനായല്ലോ എന്ന സംതൃപ്തി. ഇവിടെ ദമ്പതികൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ സദാ ഫലം ചൂടി നിൽക്കുന്ന അത്യവൃക്ഷമായിരിക്കും. ചിന്തകൾക്ക് മാറ്റം വരുത്തി പഴയ തലമുറയെക്കുറിച്ച് ചിന്തിച്ച് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ മൂല്യത തിരിച്ചറിഞ്ഞ് അവസാന നാളുകളിൽ ആശ്വാസത്തോടെ ജീവിച്ച് നിത്യസമ്മാനത്തിന് അർഹരായി തീരുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ, കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. യേശുവേ യേശുവേ, കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ദൈവീക സ്നേഹത്താൽ നിറയ്ക്കണമേ. സംരക്ഷണം നീ നൽകിടണേ. ദൈവത്തിനാലയം ആക്കിടണേ. ദൈവത്തിനാലയം ആക്കിടണേ. യേശുവേ യേശുവേ, കുടുംബങ്ങളിൽ വീഴും കണ്ണീരു കാണണമേ. യേശുവേ യേശുവേ, കുടുംബങ്ങളിൽ വീഴും കണ്ണീരു കാണണമേ.
തകരുന്ന ബന്ധങ്ങൾ അറിയണമേ. ആത്മാവിലനുഭവം ചൊരിയണമേ. ആത്മാവിലനുഭവം ചൊരിയണമേ. യേശുവേ യേശുവേ, മക്കൾ തൻ വിങ്ങുന്ന ഹൃദയങ്ങൾ കാണണമേ. യേശുവേ യേശുവേ, മക്കൾ തൻ വിങ്ങുന്ന ഹൃദയങ്ങൾ കാണണമേ. പകരുന്ന ബാല്യങ്ങൾ അറിയണമേ. നിൻ കയ്യിൽ അവരെ നീ കാക്കേണമേ. നിൻ കയ്യിൽ അവരെ നീ കാക്കേണമേ. യേശുവേ യേശുവേ, നിരാശയാൽ നീറുന്ന മാനസം കാണണമേ. യേശുവേ യേശുവേ, നിരാശയാൽ നീറുന്ന മാനസം കാണണമേ. തകരുന്ന ജീവിതം അറിയണമേ. പ്രത്യാശയാൽ വീണ്ടും നിറയ്ക്കണമേ. പ്രത്യാശയാൽ വീണ്ടും നിറയ്ക്കണമേ. യേശുവേ യേശുവേ, കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. തകരുന്ന ബന്ധങ്ങൾ അറിയണമേ. ആത്മാവിലനുഭവം ചൊരിയണമേ. ആത്മാവിലനുഭവം ചൊരിയണമേ.